ഇന്നും സജീവ രാഷ്ട്രീയത്തോടൊപ്പം സാംസ്കാരിക മേഖലകളിൽ സജീവമായി ഇടപെടുകയും തൻ്റെ അഭിപ്രായങ്ങളും ആശയങ്ങളും പലപ്പോഴും പറയുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബി. EMSനെയും AK ഗോപാലിനെയും കുറിച്ച് പറയുന്ന അതേ ആദരവോടെ, ആർജവത്തോടെ, സ്നേഹത്തോടെ പെരുമാൾപുരം ശിവരാമനെയും മധുരൈ ശേഷഗോപാലിനെയും കുറിച്ചൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഒരു നിറവും തൃപ്തിയുമുണ്ട്. അദ്ദേഹം കുടുംബസമേതനായി ഇന്ന് നമ്മുടെ അതിഥിയായി അരികിലുണ്ട്. കാരണം ഇന്ന് ഈസ്റ്ററാണ്. ലോകം മൊത്തമുള്ള വിശ്വാസികൾ ക്രിസ്തുദേവനെക്കുറിച്ച് സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ നിർഭരമായ ദീപ്ത സ്മരണകളുള്ളൊരു ദിനം. ആ ദിവസത്തിൽ ശ്രീ എം എ ബേബി അരികിൽ അതിഥിയായി എത്തിയതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ ക്രിസ്തുദേവനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് അദ്ദേഹം മാതൃകയാകുന്നത്? സമൂഹത്തെക്കുറിച്ച്, സഹജീവിയെക്കുറിച്ച് ഗൗരവമായിട്ട് സ്നേഹത്തോടുകൂടി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനെയും സ്വാധീനിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ് യേശുക്രിസ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ തോന്നൽ ശരിവെക്കുന്നതാണ് മലയാള നിരൂപണ സാഹിത്യത്തിലെ ഏകാന്തപഥികൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന KP അപ്പൻ സാർ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ഉൾപ്പെട്ട് നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന് യേശുക്രിസ്തുവിൻ്റെ കർമ്മകാണ്ഡത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണകളാണ്. ചില പൊതുയോഗങ്ങളിൽ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ചരിത്രത്തിൽ മത്സ്യത്തൊഴിലാളികളെ ആദ്യമായി സംഘടിപ്പിച്ചത് യേശുക്രിസ്തുവാണ് എന്ന്. അതിന് പുറമേ മരപ്പണിക്കാരൻ്റെ മകൻ എന്ന ഒരു നിരീക്ഷണവും യേശുക്രിസ്തുവിനെ കുറിച്ച് നടത്താവുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു വാചകം യഥാർത്ഥത്തിൽ ഏത് മനുഷ്യനും ഏത് പൊതുപ്രവർത്തകനും എക്കാലത്തെയും ഒരു പ്രകാശ വർഷമാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചും ഒട്ടകവും സൂചിക്കുഴയും സ്വർഗവുമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ നിരീക്ഷണം വളരെ പ്രസിദ്ധമാണ്. നേരിട്ട് നമുക്കുടനെ കേരളത്തിലേക്ക് വരാം. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ അവനവൻ ആത്മസുഖത്തിനെ ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരയണം എന്ന അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ എൻ്റെ ചിന്തയെ, എൻ്റെ വിചാരഗതികളെ സ്വാധീനിച്ച് ഒരുപാട് മഹാരഥന്മാരുണ്ട്. ശ്രീബുദ്ധൻ, മഹാത്മാഗാന്ധി, പുറകിൽ കാണാവുന്ന ചിത്രത്തിൽ ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ചെഗുവേര, ഇതിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം വളരെ വളരെ വ്യത്യസ്തമാണ്. വളരെ ആഴത്തിലുള്ള സ്വാധീനം എൻ്റെ വിചാരഗതികൾ ചെലുത്തിയിട്ടുള്ള ആളാണ് യേശുക്രിസ്തു. ദൈവത്തിൻ്റെ ആവശ്യം എപ്പോഴെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ട്? ആത്മവിശ്വാസം ഇല്ലാത്തടത്താണ് ദൈവത്തിൻ്റെ ആവശ്യം വരണേന്ന് എനിക്ക് തോന്നി. അങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്? ഞാൻ നിരീശ്വരവാദികളുടെ കൂടെ ജീവിക്കുകയും, എൻ്റെ അച്ഛൻ നിരീശ്വരവാദിയായിരുന്നു, അപ്പൂപ്പൻ നിരീശ്വരവാദിയായിരുന്നു, എൻ്റെ ഭർത്താവ് എൻ്റെ മകനും നിരീശ്വരവാദികളാണ്. അപ്പോൾ അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാവുമ്പോൾ ഇതെല്ലാം കേട്ടറിഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഏഗ്നോയിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇപ്പം കുഷ്ഠരോഗികളെ കാണുമ്പോഴും, ദാരിദ്ര്യം കാണുമ്പോഴും, വിഷമങ്ങൾ കാണുമ്പോൾ, മരണം കാണുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നും ദൈവം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മളിപ്പം ഒരു ശരീരഘടന കാണുമ്പോൾ, അത് മനുഷ്യൻ്റെ ആയാലും മൃഗത്തിൻ്റെ ആയാലും സ്നേഹം അങ്ങനത്തെ ഒക്കെ പലതും കാണുമ്പോൾ എനിക്ക് തോന്നും ദൈവമില്ലേ എന്നുള്ളത്. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ഒരാളാണ് ഞാൻ അപ്പുവിലേക്ക് വരുവാണ്. അപ്പുവിൻ്റെ പ്രായത്തിൽ അപ്പുവിൻ്റെ അച്ഛൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു SFI പ്രവർത്തനമായിരുന്നു. SM കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്ത് തോന്നുന്നു അപ്പുവിൻ്റെ ഈ പ്രായത്തിൽ? അപ്പു കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ പിതാവ് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, സംഗീതാസ്വാദകനായിരുന്നു. അപ്പുവിൻ്റെ അച്ഛൻ ഇന്നും മന്ത്രിയാണ്, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. ഇന്ത്യക്ക് പുറത്തുള്ള പലയിടങ്ങളിലും ശ്രദ്ധേയമായൊരു പേരാണ് എം എ ബേബി എന്നുള്ളത്. അച്ഛനിൽ നിന്ന് മകനിലേക്ക് വന്നപ്പോൾ മകൻ തൃപ്തനാണോ? അച്ഛന് തൃപ്തനാണോ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ആണോ? അച്ഛൻ്റെ തൃപ്തി എനിക്ക് എൻ്റെ തൃപ്തി അതല്ല. അതിപ്പോൾ ഓരോരുത്തർ കണ്ടെത്തണ പാത വേറെ വേറെ ആയിരിക്കുമല്ലോ. അപ്പം അപ്പൻ
മാഷായിരുന്നു. അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. അച്ഛൻ രാഷ്ട്രീയത്തിലാണ്, ഞാൻ ചെറിയ രീതിയിൽ സംഗീതത്തിലേക്ക് തിരിഞ്ഞു. അപ്പം അത് ഓരോരുത്തരെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണോ എന്നുള്ളതാണ്. ഈ സംഗീതത്തിലുള്ള താല്പര്യം കൊണ്ടാണോ പിന്നീട് സൗണ്ട് റെക്കോർഡിംഗ് പഠിക്കാം? സൗണ്ട് എഞ്ചിനീയറിങ് തന്നെ ആ സംഗീതത്തിലേക്ക് കുറച്ചും കൂടിയും സഹായിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാണ്. അല്ല, അത് സംഗീതത്തിന് സഹായകമാകാൻ വേണ്ടിയിട്ടാണോ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്? അത് ഒരു വേറിട്ട വ്യത്യസ്തമായ ഒരു ശാഖയാണ്. അതെ, അത് വേറെയാണ്. പക്ഷേ ആ സമയത്ത് LLB പഠിക്കണ സമയത്താണ് ഞാൻ ഇവിടെ LLB പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വലിയ രീതിയിൽ മ്യൂസീഷ്യൻസായിട്ടൊന്നും ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെത്താനെ ആണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. പിന്നെ 1-2 സാറുമാരുടെ അടുത്ത് കുറച്ച് നാൾ പോയിട്ടുണ്ട്. മൃദംഗം ചെറുപ്പം പോലെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉള്ള കൂട്ടുകെട്ടിൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് ഇതൊരു ശാഖയായിരിക്കും, ഇത് പോയിട്ടുണ്ടെങ്കിൽ കുറേ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ആ സമയത്ത് നമ്മൾ ഏറ്റവും വലിയ ആൾക്കാർ റഹ്മാൻ ഇപ്പോഴാണ്. അപ്പോൾ ഒരുപാട് വായിച്ചിട്ടുമുണ്ട്, TV-കളിലൊക്കെ കേട്ടിട്ടുണ്ട്. റഹ്മാൻ വളരെ നല്ലൊരു സൗണ്ട് എഞ്ചിനീയറാണ്, അത് ആളെ സംഗീതം ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ പിന്നെ അത് ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ബേബി സാറ് SM കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അന്ന് സ്വയംവരം സിനിമ കഴിഞ്ഞു നിൽക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സ്വീകാര്യനായിരുന്നില്ല ഇത്ര അധികം. അന്ന് ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, അത്ര അധികം ആൾക്കാർ പോപ്പുലർ അല്ല, ആ സിനിമ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അന്ന് അടൂർ ഗോപാലകൃഷ്ണനെ ആർട്സ് ക്ലബിൻ്റെ ഇനാഗുറേഷന് ക്ഷണിക്കുകയും EMS ആയിരുന്നു കോളേജ് യൂണിയൻ ഇനാഗുറേഷൻ. അടൂരിനെ അന്ന് ക്ഷണിച്ചത് എന്തിനാണ്, എങ്ങനെയാണ്? പിന്നീട് അദ്ദേഹം വലിയ പ്രശസ്തനായപ്പോൾ അതിന് പ്രസക്തിയുണ്ട്. എന്താണ് അത്? യാദൃച്ഛികമായി സംഭവിച്ചതാണ്? യഥാർത്ഥത്തിൽ ആധുനിക ചലച്ചിത്ര ഭാവുകത്വം രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്കാണ് അടൂർ നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനൊരു വലിയ പങ്ക് നിർവഹിക്കാൻ പോകുന്ന ആവും അടൂർ എന്ന് അടൂരിൻ്റെ ആദ്യത്തെ സിനിമ സ്വയംവരം അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി. പ്രായം 20-21. അന്ന് ഞാൻ ഫസ്റ്റ് BA പഠിക്കുക. അപ്പോൾ 16, 2, 18, 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ അടൂരുമായിട്ട് പറഞ്ഞിട്ട് ആ ഫോട്ടോകളൊന്നും സൂക്ഷിച്ചു വെക്കുന്നൊരു രീതി അന്നും ഇന്നുമില്ല. പക്ഷേ ഈ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള അടൂർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. മുടിയൊക്കെ ഒന്നും ഇങ്ങനെ കുറച്ച് വലുതാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നെ ഒരു പക്ഷേ ആർക്കും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്ര വ്യത്യസ്തനായിട്ടുള്ളൊരു. ബേബി സാർ വളരെ റൊമാൻറ്റിക്കാണ്. തീർച്ചയായിട്ടും. എന്താണ് അങ്ങനെ തോന്നാൻ? അതെന്താണ് അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് സ്വഭാവങ്ങൾ? റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പാട്ട് ഇഷ്ടപ്പെടുന്നു, സിനിമ ഇഷ്ടപ്പെടുന്നു, രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നു, പിന്നെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ഒരു പൂവിനെ പോലും കവിത ഇഷ്ടപ്പെടുന്നു. റൊമാൻറ്റിക് ആവുമല്ലോ തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് കുറച്ച് അഹന്തയും തലക്കനും ഒക്കെ ഉണ്ട്. അത് നമുക്ക് തോന്നണതാണ്. പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട് ബേബിക്ക് കുറച്ച് തലക്കനുണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബേബി അധികം ഇങ്ങനെ പിന്നെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വായി നോക്കി അങ്ങനെയൊക്കെ നടക്കും. പക്ഷെ ബേബിയെ സംബന്ധിച്ച് ബേബി മിക്കവാറും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണു അദ്ദേഹം നമ്മളെ മൈൻഡ് ചെയ്യണില്ല എന്ന്. അത് തലക്കനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. ബേബി സാർ, എങ്ങനെയാണ് നിങ്ങൾ പ്രണയത്തിലാവുന്നത്? ആരാണ് അതിൻ്റെ തുടക്കം? അന്ന് SFIയും ഒരു കാരണവശാലും SFIക്കാരനായിരിക്കുന്ന ഒരാളിനെ ഇങ്ങനെ പ്രണയിച്ച് നടക്കാൻ ഇന്നത്തെയും സാഹചര്യം അനുവദിക്കില്ല. അതിൻ്റെ ഇടയ്ക്കൊരു പ്രണയം, അത് നിസ്സാര പ്രണയമല്ല. അതാ അപ്പു ഇപ്പോൾ ഇരിക്കുന്നു, ഇത്രയും ദൈർഘ്യമുള്ള പ്രണയം. സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ എനിക്കും കുറച്ചൊരു പിടികിട്ടാതെ കിടക്കുന്ന ഒരു കാര്യമാണ് താങ്കൾ ചോദിച്ചത്. അന്നത്തെ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനിടയ്ക്ക് ഒരു വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സ്നേഹബന്ധം രൂപപ്പെടുക എന്നുള്ളതൊന്നും അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. രസകരമാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കവലയിൽ പോയി നിൽക്കുക, പെൺകുട്ടികളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക, അഭിപ്രായങ്ങൾ രൂപീകരിക്കുക ഓരോരുത്തരെക്കുറിച്ച്. അതൊക്കെ സാധാരണ കോളേജ് വിദ്യാർത്ഥികളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ കേൾക്കുമ്പം അങ്ങനൊരു ജീവിതം കാലം എനിക്കുണ്ടായിട്ടില്ല. അപ്പോഴൊക്കെ വളരെ സജീവമായ സംഘടനാ പ്രവർത്തനമായിട്ട് നടക്കുകയാണ്. 80കളുടെ ഒരു ആദ്യം
അഖിലേന്ത്യാ പ്രസിഡൻ്റായി കഴിഞ്ഞ് ഞങ്ങൾ പുനലൂർ സമ്മേളനത്തിൽ വെച്ച്, പുനലൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനം, ഒന്ന് നയനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ വന്നു. VS പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. ഇവർ രണ്ടുപേരും ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അഖിലേന്ത്യാ ഭാരവാഹികളായിട്ട് സീതാറാം യെച്ചൂരി, പിന്നീട് അന്ന് MP ആയിട്ടുള്ള സൈഫുദ്ദീൻ ചൗധരി, ഞങ്ങളൊക്കെ പങ്കെടുക്കുകയാണ്. അപ്പോൾ അവിടെ സമ്മേളന സ്ഥലത്ത് പറ്റി വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പിന്നെ അവിടെ സമ്മേളന സ്ഥലത്ത് യോഗസ്ഥലത്തിരിക്കുമ്പോൾ അവിടുന്ന് പോകുന്ന സമയത്ത് പറ്റി പോവുകയാണെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സ്റ്റേജിൽ വന്നിട്ട് പറ്റി ഓർക്കുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടെ. അതുമാത്രമല്ല, സമ്മേളനത്തിനിടയ്ക്ക് ഇപ്പോൾ ഞാൻ ഓർക്കുന്നതാണ്, അവരുടെ പൊന്നാനി കോളേജിലെ ചില പ്രശ്നം, അവരവിടെ ഒരു ചലച്ചിത്ര സമിതി രൂപവൽക്കരിച്ചിരുന്നു. സ്പ്രൗട്ട് എന്ന പേരിൽ ഒരു ക്ലാസിക് സിനിമകളെ കാണിക്കുന്ന ഒരു. അപ്പോൾ അതിൽ ചില തീവ്രവാദ വീക്ഷണമുള്ള ചില വിദ്യാർത്ഥികളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ പാർട്ടി ചില സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് എൻ്റെ അടുത്ത് ചർച്ച ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത്തരം കാര്യങ്ങളിൽ അവിടുത്തെ പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയ ചർച്ചയ്ക്ക് ഉള്ള അവസരമാക്കി അത് മാറ്റിയില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്ത. പിന്നെ ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സമ്മേളന സ്ഥലത്തും ബാക്കി സന്ദർഭങ്ങളിലൊക്കെ സംസാരിക്കുമായിരുന്നു. അതൊരു മാനസികമായ അടുപ്പത്തിലേക്ക് വികസിച്ചത്.